യുഎഇക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി പരിക്കേറ്റു. ജീവാപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരിക്കേറ്റവരുടെ എണ്ണം 68ആയി. മൂന്നാം ദിവസം 148 ഡ്രോൺ ആക്രമണങ്ങൾ യുഎഇക്ക് നേരെയുണ്ടായി. 9 ബാലിസ്റ്റിക് മിസൈലുകളെയും 6 ക്രൂയിസ് മിസൈലുകളെയും യുഎഇ സേന നേരിട്ടു. ഇതിനിടയിലും യുഎഇയിലെ വിമാനത്താവളങ്ങൾ ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിച്ചു. കുടുങ്ങിക്കിടന്ന യാത്രക്കാരുമായി ആദ്യ വിമാനങ്ങൾ കൊച്ചിയിലും ഡൽഹിയിലും എത്തി എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന യുഎഇയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ദുബൈയിലെ മുഴുവൻ റോഡുകളിലും ഹെവി ട്രക്കുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. മാർച്ച് 4 വൈകിട്ട് വരെയാണ് ഈ അനുമതിയുള്ളത്. ചരക്ക് നീക്കം സുഗമമാക്കാനാണ് തീരുമാനം. എയർപോർട്ട് ടണൽ, ഷിന്തക ടണൽ എന്നീ തുരങ്കപാതകൾ ഒഴികെയുള്ള റോഡുകൾ ഉപയോഗിക്കാം. മാർച്ച് 5 മുതൽ നേരത്തെയുള്ള നിയന്ത്രണങ്ങൾ ബാധകമാകുമെന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ് കൂടി ദുബായിൽ നിന്ന് വരികയാണ്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, എന്താണ് ഈ പുതിയ അപ്ഡേറ്റ്? എന്താണ് അപ്പോൾ ഈ ചരക്ക് നീക്കം കുറെ കൂടി കാര്യക്ഷമമാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകും സ്വാഭാവികമായും ഹെവി ട്രക്കുകൾക്ക് അവിടെ അനുമതി നൽകാനുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ ഇന്ന് അവിടെ യുഎഇക്ക് നേരെ ഉണ്ടായ ആക്രമണ ശ്രമങ്ങൾ എന്തൊക്കെയാണ്? അവിടെ യുഎഇ എങ്ങനെയാണ് ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ ഇന്ന് തടഞ്ഞത്? മഹേഷ്, ഈ ആക്രമണ ഭീതിക്കിടയിലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരു ശ്രമം യുഎഇ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ദുബൈയിലെ മുഴുവൻ റോഡുകളിലും ഹെവി ട്രക്കുകൾക്ക് അടുത്ത ദിവസത്തേക്ക് അനുമതി നൽകിയിരിക്കുന്നത്. കാരണം പല കാർഗോ വിമാനങ്ങളും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ വെയർഹൗസുകളിൽ നിന്നും മറ്റും കടകളിലേക്കും അതേപോലെ ഹൈപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ സാധനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അത് റോഡ് നിയന്ത്രണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് കാലതാമസം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ റോഡുകളിലും ഇപ്പോൾ ഹെവി ട്രക്കുകൾക്ക് അനുമതി നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ എല്ലാ റോഡുകളിലൂടെയും ഹെവി ട്രക്കുകൾക്ക് പോകാൻ അനുമതി ഉണ്ടാവാറില്ല. ഇപ്പോൾ 2 തുരങ്കപാതകൾ ഒഴികെയുള്ള മറ്റ് റോഡുകളെല്ലാം ഹെവി ട്രക്കുകൾക്ക് ഉപയോഗിക്കാം എന്നാണ് ദുബൈ പോലീസും അതേപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും അറിയിച്ചിട്ടുള്ളത്. അത് സാധാരണ നിലയിലേക്ക് ജീവിതം തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് മിക്ക വിമാനത്താവളങ്ങളും ഭാഗികമായിട്ടാണെങ്കിലും പ്രവർത്തനം പുനരാരംഭിക്കുന്നു എന്നുള്ള വാർത്ത. അബുദാബിയിലെ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് നിരവധി വിമാനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുമായി രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും അതേപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലേക്കും കുടുങ്ങിക്കിടക്കുന്ന ആളുകളുമായി വിമാനങ്ങൾ എത്തി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ദുബൈയിലെ 2 വിമാനത്താവളങ്ങൾ DXPയും DWCയും ഇതേ തരത്തിൽ തന്നെ പ്രവർത്തനം പുനരാരംഭിക്കുകയാണ്. ഷാർജ വിമാനത്താവളവും ഭാഗികമായി അടുത്ത മണിക്കൂറുകളിൽ പ്രവർത്തനം പുനരാരംഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വിമാനങ്ങളെല്ലാം കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇത്തിഹാദ് മാർച്ച് 4 വൈകുന്നേരം 2 വരെ അതിൻ്റെ കൊമേഴ്സ്യൽ വിമാന സർവീസുകൾ റദ്ദ് ചെയ്തിരിക്കുകയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എമിറേറ്റ്സ് അടുത്ത ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കൊമേഴ്സ്യൽ വിമാന സർവീസ് നടത്തുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും നേരത്തെ യാത്ര മുടങ്ങിയവരെയുമൊക്കെ പരിഗണന നൽകി അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക, അതിനുശേഷം പുതിയ ബുക്കിംഗ് ആരംഭിക്കുക എന്നുള്ള ഒരു രീതിയാണ് അവലംബിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലും ഇന്ന് പകലും വൈകുന്നേരവുമായി യുഎഇക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അബുദാബി മുസഫയിലെ ഒരു എണ്ണ സംഭരണ കേന്ദ്രത്തിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ അത് തീപിടുത്തമുണ്ടാക്കി. പക്ഷേ അത് ഫലപ്രദമായി തീ അണയ്ക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു എന്ന് അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അവിടെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് 10 പേർക്ക് പരിക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജീവാപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മൊത്തം പരിക്കേറ്റവരുടെ എണ്ണം 68ആയി ഉയർന്നിട്ടുണ്ട്. ഇതുവരെ 3 പേരാണ് ഈ ആക്രമണങ്ങളിൽ യുഎഇയിൽ മരിച്ചിട്ടുള്ളത്. അത് ഒരു പാകിസ്ഥാനിയും ബംഗ്ലാദേശിയും നേപ്പാൾ സ്വദേശിയുമാണ്. പക്ഷേ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരിൽ ഇന്ത്യക്കാരുണ്ട് എന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മുസഫയിലെ ഇന്ന് പകൽ സമയത്ത് മുസഫയിലെ തന്നെ ഒരു വാണിജ്യ കേന്ദ്രത്തിനും അതേപോലെ ഐക്കാട് എന്നറിയപ്പെടുന്ന ഇൻഡസ്ട്രിയൽ മേഖലയിലേക്കും ആക്രമണമുണ്ടായിരുന്നു. അവിടെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതായി സ്ഥിരീകരണമുണ്ട്. അതോടൊപ്പം തന്നെ റാസൽ ഹൈമയിൽ ആദ്യമായി ആക്രമണ ശ്രമങ്ങൾ നടന്നിരിക്കുന്ന മുസഫയിലെ